ബാഹുകനെ തന്റെ അരികിലേക്ക് വിളിക്കാൻ അവൾ തോഴിയോട് ആവശ്യപ്പെട്ടു. ബാഹുകൻ മുന്നിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഒരു ദോഷവും ചെയ്യാത്ത ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ കഴിയുന്ന ഒരാളെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നളരാജാവിന്റെ പെരുമാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ദമയന്തി തന്നെ തിരിച്ചറിഞ്ഞുവെന്ന് ബാഹുകന് മനസ്സിലായി. അവൻ പറഞ്ഞു, നിന്നെ ഉപേക്ഷിച്ചത് ഞാനല്ല. എന്റെ ശരീരത്തിൽ പ്രവേശിച്ച് എന്നെ കൈവശപ്പെടുത്തിയത് കലിയാണ്. ഞാൻ നിന്നോട് ചെയ്തതിൽ എനിക്ക് ഇപ്പോഴും കുറ്റബോധമുണ്ട്. നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ദമയന്തിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ തല ചായ്ച്ചു കുറേനേരം കരഞ്ഞു. ഒടുവിൽ അവൾ ശാന്തയായപ്പോൾ നളൻ കാർക്കോടകൻ നൽകിയ 2 തുണിക്കഷണങ്ങൾ ധരിച്ചു. അവൻ പഴയ രൂപം വീണ്ടെടുത്തു. വേർപിരിഞ്ഞതിനുശേഷം തങ്ങൾക്ക് സംഭവിച്ചതെല്ലാം പരസ്പരം പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും രാത്രി ഒരുമിച്ച് ചെലവഴിച്ചു. അവരുടെ പുനഃസമാഗമത്തിൽ ഭീമൻ രാജാവ് അതിയായി സന്തോഷിച്ചു. നളരാജാവിനെ വലിയ ആദരവോടെ സ്വീകരിച്ചു. ഋതുപർണൻ രാജാവ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം കണ്ടു ഞെട്ടി. നളൻ ഋതുപർണനെ കെട്ടിപ്പിടിച്ച് പകിടിയിൽ തന്റെ വൈദഗ്ധ്യം പഠിപ്പിച്ചതിന് നന്ദി പറഞ്ഞു. എല്ലാ സമ്മാനങ്ങളും വഴിപാടുകളും സ്വീകരിച്ച ശേഷം അദ്ദേഹം ദമയന്തിയെയും കുട്ടികളെയും കൂട്ടി നിഷാദിയിലേക്ക് മടങ്ങി.